ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയ്ക്ക് ഇഡി നോട്ടീസ്. നാളെ ഇഡിക്ക് മുൻപാകെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട പണമിടപാടിലാണ് നോട്ടീസ്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സിബി ജോസഫ് ചേരുകയാണ്. സിബി, കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിൽ ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഫറൂഖ് അബ്ദുള്ള പങ്കെടുത്തിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇഡിയുടെ നോട്ടീസ് ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമെന്ന് കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചുകൂടെ? അഞ്ജന, ഇപ്പോൾ ഈ നാഷണൽ കോൺഫറൻസിന്റെ പ്രസിഡന്റും ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയായ ഫറൂഖ് അബ്ദുള്ളയ്ക്കാണ് ഇഡി നോട്ടീസ് നൽകിയത്. തീർച്ചയായും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ വേട്ടയാടുന്ന ഒരു സാഹചര്യം, അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്നല്ല എല്ലാ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ആരോപിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഫറൂഖ് അബ്ദുള്ളയ്ക്ക് വീണ്ടും ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. 2018 ഈ ഒരു സംഭവമായി, അല്ലെങ്കിൽ ഈ ഫറൂഖ് അബ്ദുള്ളയ്ക്കെതിരെ ഒരു കേസെടുക്കുന്നത് ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഫണ്ട് തട്ടിയെടുത്തു എന്ന് ആരോപിച്ചായിരുന്നു 2018 ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും CBI പിന്നീട് കേസ് അന്വേഷിക്കുകയും പിന്നീട് കുറ്റപത്രവും സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് 2022 ഇഡി ഇതിൽ കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് ക്രിക്കറ്റ് അസോസിയേഷന്റെ പണം ഈ അസോസിയേഷനുമായി ബന്ധപ്പെടാത്ത മറ്റു വ്യക്തികളിലേക്ക്, ഈ വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറി എന്നുള്ളതായിരുന്നു CBIയുടെ ഒരു കുറ്റപത്രം. പിന്നീടാണ് ഇതിൽ കള്ളപ്പണം ഇടപാടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇഡി കേസ് രജിസ്റ്റർ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വർഷങ്ങളായി കേസ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിൽ ഈ ഫറൂഖ് അബ്ദുള്ളക്കെതിരെ ഇപ്പോൾ വീണ്ടും ഇഡി പിടിമുറുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുക്കുന്നു. അങ്ങനെ നിരവധി സംഭവവികാസങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മറ്റൊരു പ്രതിപക്ഷ നേതാവിന് കൂടിയാണ് ഇപ്പോൾ ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നാളെ ശ്രീനഗറിലെ ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ജനുവരി 11 തീയതി ഇഡി നോട്ടീസ് നൽകിയിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ നോട്ടീസ് അറിയിക്കുന്നത്. നേരത്തെ 2020 ഫറൂഖ് അബ്ദുള്ളയുടെ ചില സ്വത്തുക്കൾ, 11 കോടി വിലമതിക്കുന്ന സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇഡിയുടെ നോട്ടീസ് ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ളയ്ക്കും ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിനെതിരെ വളരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന ആൾ കൂടിയാണ് ഫറൂഖ് അബ്ദുള്ള എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കേരളം നടത്തിയ സമരത്തിൽ പങ്കെടുക്കുകയും നരേന്ദ്രമോദി സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ഫറൂഖ് അബ്ദുള്ള. എക്കാലത്തും നരേന്ദ്രമോദി സർക്കാരിനെതിരെയും കാശ്മീരിലെ ഈ കേന്ദ്ര സർക്കാരിന്റെ ധ്വംസനത്തിനെതിരെ എല്ലാത്തിനെയും വളരെ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്ത ആൾ കൂടിയാണ് നാഷണൽ കോൺഫറൻസ് നേതാവായ ഫറൂഖ് അബ്ദുള്ള. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ വേട്ടയാടുന്നെന്ന് പറയുമ്പോഴാണ് ഈ ഇഡിയുടെ നോട്ടീസ് കൂടി ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ളയ്ക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അഞ്ജന, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.